ലുധിയാനയിലെ ടെന്നീസ് താരത്തെ പിതാവ് വെടിവെച്ച് കൊന്നു. ഗുരുഗ്രാം, ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. അവിടെ സെക്ടർ 57 സുശാന്ത് ലോക്ക് എന്നയാളാണ് താമസിക്കുന്നത്. അയാളുടെ മകളെയാണ് പിതാവ് വെടിവെച്ച് കൊന്നത്. രാധിക തിലക് എന്ന 25 വയസ്സുകാരിയാണ്. ഹരിയാന സംസ്ഥാനത്തെ ടോപ്പ് സീഡാണ് ആ കുട്ടി. അവിടെ മാത്രം റാങ്കിങ്ങിൽ ഉയർന്നു നിൽക്കുന്ന കുട്ടി. ലോക ഡബിൾസിലെ റാങ്കിങ്ങിൽ 2000-നടുത്തൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് അവർ രാജ്യത്തെ ഏറ്റവും ഉന്നതയായ ഒരു ടെന്നീസ് പ്ലെയർ എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഹരിയാന സംസ്ഥാനത്തെ ചാമ്പ്യനാണ്. അവർ വരുമാനത്തിന് വേണ്ടിയിട്ട് പല റീൽസുകളും അവരുടെ ഫേസ്ബുക്കിൽ ഇട്ടു തുടങ്ങി. അതിനെ സംബന്ധിച്ച് പിതാവുമായിട്ട് ചില തർക്കങ്ങളുണ്ടായി. പിതാവിന് 49 വയസ്സേ ഉള്ളൂ. ആ സാമ്പത്തികമായ പ്രശ്നങ്ങളിലും തർക്കം വന്നു. അതോടൊപ്പം ഒരു ഫേസ്ബുക്ക് ഒരു പോസ്റ്റ് ഇട്ടതിനെപ്പറ്റി പിതാവിന് അതത്ര രുചിച്ചില്ല. അതേപ്പറ്റി മകളുമായിട്ട് സംസാരമായി. റീൽസ് ഇട്ടതിനെ സംബന്ധിച്ച് പിതാവ് മകളെ ചോദ്യം ചെയ്തു. രണ്ടുപേരും തമ്മിൽ തർക്കമായി. അത് 2-3 ദിവസം കൊണ്ട് അതങ്ങനെ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ പിതാവും മകളും ഇതേപ്പറ്റി വീണ്ടും ചർച്ചയായി. പിതാവിന് അരിശം വന്നു. രാവിലെ 10:30 മണിയോടുകൂടി പിതാവ് തോക്കെടുത്ത് മകളെ 5 വെടിവെച്ചു. 3 എണ്ണം അവരുടെ ബോഡി കൊണ്ട് 2 എണ്ണം മറ്റു ഭാഗത്തേക്ക് പോയി. രാധിക തിലക് കൊല്ലപ്പെട്ടു. ആ ഒരു വെടിശബ്ദം കേട്ട് അയൽവക്കത്തുള്ളവരെല്ലാവരും സെക്ടർ 57 മുമ്പിൽ അവിടെ വന്നു. ഈ സുശാന്ത് ലോകിനെ കണ്ടു. അയാളുടെ കൈ തോക്കിരിക്കുന്ന കണ്ടു. അവർ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാവിലെ ഒരു 10:30 മണിക്ക് സംഭവം നടന്നെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം കുട്ടി മരിച്ചിരിക്കുന്നു. ദീപക് യാദവ് എന്ന പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾ ലൈസൻസ് ഉള്ള തോക്കുകാരനാണ്. അയാളാണ് മകളെ വെടിവെച്ച് കൊന്നത്. 3 വെടിയുണ്ടയാണ് ശരീരത്തിലേറ്റ്. ഇത് 5 വെടി വെച്ചെങ്കിലും 2 എണ്ണം പാളിപ്പോയി. ഗുരുഗ്രാം പോലീസ് ഇതിനെ സംബന്ധിച്ച് കേസെടുത്ത് പിതാവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫരീദാബാദിലുള്ള ഈ സംഭവം കാരണം അവിടെ തന്നെ പല പെൺകുട്ടികളെ ഇതുപോലെ കൊന്ന കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിലും അതുപോലെ തന്നെ പഞ്ചാബിലും 2 സ്ഥലത്തും ഇതുപോലെയുള്ള പെൺകുട്ടികൾ പലരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അവർ ചില റീൽസ് ഇട്ടിട്ടുണ്ട്. ചില പ്രോഗ്രാമിലൊക്കെ 6-7 ലക്ഷം ആൾക്കാർ വ്യൂയേഴ്സ് ചില പെൺകുട്ടികൾക്കുണ്ട്. അങ്ങനെയുള്ളൊരു പെൺകുട്ടി 19 വയസ്സുകാരിയെ അവരേതൊരു ഫംഗ്ഷന് വിളിച്ചിട്ട് അവളെ കൊന്ന് അവിടെ അടുത്തൊരു കനാലിൽ കിടക്കുന്ന കണ്ടു. ധാരാളം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഹരിയാനയിലും അതുപോലെ പഞ്ചാബിലും നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവേ ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി വളരെയധികം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിരന്തരം അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും പല ആൾക്കാർക്ക് എതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ മോശമായ പരാമർശം നടത്തുകയും അതിന് തമ്മിൽ വഴക്കുണ്ടായി തിരിച്ച് അങ്ങനെ കൊലക്കേസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ധാരാളം വരുന്നുണ്ട്. അതിന് ഒരു പ്രോമിസിങ് ആയ ടെന്നീസ് പ്ലെയർ ആണ് രാധിക തിലക്. ആ പഞ്ചാബ് മുഴുവൻ അല്ലെങ്കിൽ ഹരിയാനയിലും പഞ്ചാബിലൊക്കെ അറിയപ്പെടുന്ന ഒരു സ്പോർട്സുകാരിയാണ്. പക്ഷേ ഒരു മകളാണ്. പക്ഷേ പിതാവ് ആ മകളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുറന്ന് മകള് ഒരു റീൽസ് ഇട്ടതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി. അത് പിതാവിനെ രുചിച്ചില്ല, അത് പിതാവിനെ രസിച്ചില്ല. പിന്നെ പണസംബന്ധമായും റീൽസിൽ നിന്ന് ഇട്ട് ചില പണം ആ പെൺകുട്ടി കിട്ടുന്നതിന് അതിനെ സംബന്ധിച്ചും തർക്കം ഉണ്ടായി എന്ന് പറയുന്നു. എന്തായാലും ആ പെൺകുട്ടിയെ പിതാവ് വെടിവെച്ചു കൊന്നു. പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡിലേക്ക് പോയി.